ആമേൻ. കർത്താവിന്റെ നാമം ഈ നല്ല പകൽക്കാലം മഹത്വം എടുക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിലായിരിക്കാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു. ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മുടെ ചിന്ത കൊണ്ടുപോകുമ്പോൾ അത് എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും പിന്നീട് കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്ന ദൈവദാസിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന പ്രിയ അമ്മ പറഞ്ഞതുപോലെ ഇന്ന് സൂസമ്മ തോമസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എനിവേ അതിലേക്ക് കടക്കുന്നില്ല, ഇപ്പോൾ പ്രിപ്പയർഡ് അല്ല. ദൈവം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു വിഷയം ചിന്തിക്കാൻ തുടക്കം കുറിച്ചിരുന്നു. നമ്മൾ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ആസ്പദമാക്കിയാണ് നമ്മളൊരു വിഷയം നമ്മൾ ചിന്തിപ്പാനായിട്ട് തുടങ്ങിയത്. ആ ചിന്ത അത് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്, ഓരോരുത്തരുടെയും ജീവിതത്തിന് എൻ്റെയും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ നാവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാനായി തുടങ്ങിയത്. നാവ് ഒരു തീയാണ്, അതാണ് നമ്മുടെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറിവാക്യമായ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ചിന്ത പോയത്. അവിടെ നമ്മൾ കണ്ട ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പ്രവാചകനായ യെശയ്യാവിനോട് ദൈവം പറയുന്നതാണ്, യഹോവയായ ദൈവം പറയുക, നിന്റെ അധരങ്ങളെ അല്ലെങ്കിൽ നിന്റെ നാവിനെ തൊട്ടതുകൊണ്ട് നിന്റെ ജീവിതത്തിലുള്ള അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധരങ്ങളിലൂടെയുള്ള പാപം, അതിന് പരിഹാരം വരുത്തിയ ദൈവത്തിന്റെ വാക്കുകളാണ് നമ്മളവിടെ കാണുന്നത്. നാമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, ഒറ്റ വാക്കിന് ധാരാളം കൊലപാതകങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നവർ, നാട്ടിൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നവരോ പരിചയക്കാരോ ആരെങ്കിലും ഒക്കെ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ എത്ര കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. എത്രയോ ആത്മഹത്യകൾ ഒറ്റ വാക്ക് കാരണം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ജനിച്ച് വളർത്തപ്പെട്ട നമ്മുടെ കൊച്ചു കേരളം. അതുപോലെ തന്നെ പല വ്യക്തികളുടെയും ആത്മീയ ജീവിതത്തിന്റെ തളർച്ചയ്ക്കും വളർച്ചയ്ക്കും അനേകരുടെ പിന്മാറ്റത്തിനുമൊക്കെ കാരണമായി നിൽക്കുന്നത് നമ്മുടെ നാവാണ്. നമ്മുടെ പലരുടെയും ഭൗമിക ജീവിതത്തിൽ ഉണ്ടാകുന്നതായ തകർച്ചയ്ക്കും വരൾച്ചയ്ക്കും പുരോഗമനമില്ലായ്മയ്ക്കും ഒക്കെ കാരണം പലപ്പോഴും നമ്മുടെ നാവാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യാക്കോബിന്റെ ലേഖനം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. അവിടേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ കണ്ടു യാക്കോബിന്റെ ലേഖനം അത് ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു പുസ്തകമായിട്ട് നമ്മൾ നോക്കിയാൽ യാക്കോബിന്റെ ലേഖനം എന്ന പുസ്തകം മാത്രമാണ് ഒരു പുസ്തക രൂപത്തിൽ ക്രിസ്തീയ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. മോറൽ ആൻഡ് എത്തിക്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി. നമ്മുടെ അനുദിന ജീവിതത്തിൽ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇടപെടണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. അത് കൂടാതെ അതേ വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ നമ്മളത് കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച കൂട്ടത്തിൽ നമ്മൾ കണ്ടു, നാവ് ഒരു ചെറിയ അവയവമാണ്, എങ്കിലും വളരെ വമ്പ് പറയുന്ന ഒരവയവം. എന്നിട്ട് പറയാ, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ.
ഒരു തീയായ നാവിനെയും കൊണ്ടാണ് നമ്മൾ ദിവസവും നടക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ അത് ചലിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അത് ചലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ധാരാളം അത് ചലിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി. ആരാ? ഈ നാവ്. നമ്മുടെ ശരീരത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുന്ന അവയവമാണ് നാവ്. മാത്രമല്ല അവിടെ പറയുന്നത് അവസാനം അത് നമ്മളെ നരകത്താൽ തീ പിടിപ്പിക്കുന്ന വസ്തുവാണ് നാവ്. അപ്പൊ എത്ര ഗൗരവമായി നമ്മുടെ നാവുകളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ കാണാനായി കഴിയുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച 32 പല്ലുകളാകുന്ന കല്ലുകൾ കൊണ്ട് കെട്ടിയ കോട്ടയ്ക്കകത്ത് എല്ലില്ലാത്ത നാവിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതിനിന്നും തെല്ല് പോലും മര്യാദയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. അതാണ് നമ്മൾ ചുറ്റുപാടും നമ്മൾ കാണുന്നതും ഒരുപക്ഷെ നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ നാവിലൂടെ മറ്റുള്ളവർ ഗ്രഹിക്കുന്നതും ഒക്കെ അത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നാവ് കൊണ്ടുള്ള പാപത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. നമ്മളതിനെ 3-4 ഭാഗങ്ങളായിട്ട് നമ്മളതിനെ ബ്രേക്ക് ചെയ്തിരുന്നു. നാവ് കൊണ്ടുള്ള പാപം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ കേടുവരുത്തുന്നു, നാവ് കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് പാപം ചെയ്യുന്ന നിമിത്തം അവർക്കുണ്ടാകുന്ന ശിക്ഷ എന്താണ്, അതുപോലെ നാവ് കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് ചെയ്യുന്ന പാപത്തിൽ നിന്നുള്ള വിടുതൽ എപ്രകാരമാണ്, 5-ാമതായിട്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു നാവിന്റെ വിശേഷത. ഇതാണ് നമ്മുടെ ഈ പഠനത്തിലെ വിഷയങ്ങളായി കടന്നു വരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 39 ആദ്യ വാക്കിൽ നമ്മൾ കണ്ടത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും. I said I will watch my ways and keep my tongue from sin. I will put a muzzle on my mouth while in the presence of the wicked. അത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ പാപം ചെയ്തു പോകും. ദുഷ്ടൻ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ആ യുവനത്തിനുമായി സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അവൻ നമ്മുടെ വാക്ക് പിടിക്കാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ മുറിക്കകത്തായാലും, നമ്മൾ കാറിലായാലും, നമ്മൾ കൂട്ടായ്മയിലായാലും, കൺവെൻഷനിലായാലും, നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴായാലും, എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ അവൻ വരുന്നുണ്ട്. നമുക്കവനെ തള്ളി മാറ്റാൻ പറ്റില്ല. ഇയ്യോബിന്റെ കൂടെ നടന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഇയ്യോബിന്റെ കൂടെ നടന്ന സാത്താൻ നമ്മുടെ കൂടെ സ്ഥിരമുണ്ട്. അതൊരു സത്യമാണ്. അവനെ ഒഴിവാക്കി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കണം, ഇല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തു പോകും. പിന്നെ നമ്മൾ കണ്ടത് പാപകാരണമായി തീരുന്ന ചില വാക്കുകൾ. അതിലെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെ കുറിച്ച് നമ്മൾ കണ്ടു. 2, കഠിന വാക്ക് കോപത്തെ ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടു. 3, ബന്ധപ്പെടുന്ന വാക്ക്. 4, വാക്കുകൾ ദൈവത്തിന്റെ നേരെ അതികഠിനമായിരിക്കുന്ന വസ്തുത. 5, വശീകരിക്കുന്ന വാക്കുകളെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇനി അടുത്ത് നമ്മൾ അതിലെ 6ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ആമേൻ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. ഇവിടെ പറയുക, നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾക്കറിയാം ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. അതിന് സാക്ഷി വെക്കുന്നത് ദൈവത്തെയാണ്. നമുക്ക് വെക്കാൻ പറ്റുമോ? നമ്മുടെ വാക്കുകൾക്ക് ദൈവത്തെ നമുക്ക് സാക്ഷിയാക്കാൻ പറ്റുമോ? ആ ഭാഗത്ത് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന, യു നോ വി നെവർ യൂസ് ഫ്ലാറ്ററി nor did we put on a mask to cover up greed. God is our witness. ഈ മുഖസ്തുതി എന്ന് പറയുന്ന സംഭവം
അതൊരു പാപമാണ്. എന്താ ഈ മുഖസ്തുതി എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. അത് ഏറ്റവും ലഘുവായിട്ട് മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ഇന്ന് ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവദാസി അല്ലെങ്കിൽ നമ്മുടെ സൂസൻ മാമ, ആ ദൈവദാസിയോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നിരിക്കട്ടെ. അത് അങ്ങനല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും ഇഷ്ടമില്ല എന്നിരിക്കട്ടെ. അതേസമയം ഈ ലൈനിൽ ഇത്രയും പേർ ഈ പ്രെയർ ലൈനിൽ ഉള്ളപ്പോ ഞാൻ പറയുക, അയ്യോ ഈ ദൈവദാസി ഈ പ്രെയർ ലൈൻ എന്തൊരു അനുഗ്രഹമാണെന്നറിയാമോ, ഈ പ്രെയർ ലൈന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിനകത്ത് ആത്മാർത്ഥത ഇല്ലാതിരിക്കെ പുറത്ത് 4 പേരുടെ മുൻപിൽ സ്തുതി പറയുന്നതാണ് മുഖസ്തുതി. പാസ്റ്ററോട് ഹൃദയം കൊണ്ട് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ ഒരു കാര്യം അങ്ങ് പറയാം, അല്പം പോലും ഇഷ്ടമില്ല. എന്നാൽ അയ്യോ കഴിഞ്ഞ ആഴ്ചയിലെ ദേവദാസന്റെ പ്രസംഗം, ഇതാണ് മുഖസ്തുതി. ഇതുപോലെയുള്ള ഒരു ദേവദാസിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എത്ര നല്ലവൻ. ദൈവമാണ് ഞങ്ങൾക്ക് ദേവദാസിനെ ഇങ്ങോട്ട് തന്നത്. ഇതിന്റെ പേരാണ് മുഖസ്തുതി. അതേസമയം ഹൃദയത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നോർക്കണം. മുഖസ്തുതിയുടെ വാക്ക് അതൊരു വലിയ പാപമാണെന്ന് പലരും മനസ്സിലാക്കാറില്ല. നമ്മൾ ചുമ്മാ നമ്മൾ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നല്ലവരാകാൻ വേണ്ടി നമ്മൾ പൊക്കിപ്പറയും. പക്ഷെ ഇതറിയാതെയാണ് പലതും നമ്മൾ വിളിച്ചു പറയുന്നത്. ഇപ്രകാരം മുഖസ്തുതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനാൽ എത്ര വലിയ പാപമുണ്ടാകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മുൻപ് നടന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ചിലർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾ അവിടെ ഇല്ലാത്ത മറ്റൊരാളുടെ കഥ പറയുക. ആ മനുഷ്യനെ പോലെ കൊള്ളരുതാത്തവനും ദുഷ്ടനുമില്ല. അങ്ങനെ ആ മനുഷ്യന്റെ കുറ്റം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോ ആ വ്യക്തി യാദൃച്ഛികമായിട്ട് അങ്ങോട്ട് കടന്നു വന്നു. അന്നേരം ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ചാടി എഴുന്നേറ്റ് കയ്യും കൊടുത്ത് സ്തോത്രവും പറഞ്ഞു ഒരു ചിരിയും ചിരിച്ചത് കണ്ടപ്പോ തല കുനിച്ച് ഇരുന്നു പോകുന്ന അവസ്ഥയുണ്ടായി. കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ പറയുക, ആട്ടെ ഇത്രയും ആരോഗ്യത്തോടെ ദൈവം നടത്തുന്നുവല്ലോ, ദൈവം എത്രയും സൗഖ്യം തന്നിരിക്കുന്നുവല്ലോ. മുഖസ്തുതി അത് ഭയങ്കര പാപമാണ്. അത് ജീവിതത്തിൽ ഭയങ്കര വീഴ്ച ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയത്തിൽ പരമാർത്ഥതയില്ലാതെ വാക്കുകൾ കൊണ്ട് മാത്രം മനുഷ്യരെ സ്തുതിക്കുന്നവരാണെങ്കിൽ അവസാനം ശോചനീയമായിരിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ നാളുകൾ ദൈവം ഈ ലോകത്ത് നിന്നും എടുത്തു മാറ്റുന്നതിന് മുൻപേ മുഖം മൂടി വലിച്ചു കീറി സകലരും കാണുക വെളിപ്പെടുത്തും എന്ന് മറക്കരുത്. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. മുഖസ്തുതി പാപമാണ്. ഇനി 7ാമത്തെ കാര്യം, കൗശല വാക്കുകൾ. നമുക്കൊരു വാക്യം വായിക്കണം. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ആമേൻ. ആമേൻ. ഈ 2 പത്രോസ് 2:3 വായിക്കുന്നത് അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. വാക്കുകളിൽ കൗശലം. ഈ രാവിലെ സമയം ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവവചന കേൾവിക്കായി നമ്മുടെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്രയിലായിരിക്കുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ വാക്കുകളിൽ നമ്മൾ കൗശലം പ്രയോഗിക്കാറുണ്ടോ? അതെവിടെ നിന്നുണ്ടാകുന്നു എന്നറിയാമോ? ഇവിടെ പറയുന്ന അത് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കൗശലം. വാക്കുകളിൽ കൗശലം. നോക്കണേ, ഈ ദ്രവ്യാഗ്രഹ നിമിത്തം ഏത് കൗശല വാക്കും ഉപയോഗിക്കാൻ മടിയില്ലാത്ത അവസ്ഥ വരും. അത് ചിലപ്പോൾ ബിസിനസിന്റെ ഇടയിലും ആയിരിക്കും, കൊടുക്കൽ വാങ്ങലിലായിരിക്കും. കൗശല വാക്കുകൾ ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ വിസ്തരിക്കുന്നില്ല.
നിങ്ങൾ തന്നെ ചിന്തിച്ചോണ്ടാ മതി. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കൗശല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ പാപമാണ് എന്ന് ഈ പകൽക്കാലം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് 3 യോഹന്നാന്റെ 10-ാം വാക്യം. 3 യോഹന്നാന്റെ ലേഖനം 10-ാം വാക്യം. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. നമ്മളൊക്കെ അവിടെ കാണുന്നത് 3 യോഹന്നാൻ 10-ാം വാക്യത്തിൽ കാണുന്ന ആ പദപ്രയോഗം ദുർവാക്ക് എന്ന പദപ്രയോഗമാണ്. ആ വാക്കാണ് നമ്മൾ എടുക്കുന്നത്, ദുർവാക്ക്. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. ഇതാരെ കുറിച്ച് പറയുന്നതാണ് നമുക്കറിയാം. അത് 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദിയത്രഫേസ്, ഈ വ്യക്തിയുടെ പ്രത്യേകത സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. അപ്പൊ അവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറയട്ടെ, ഈ സഭയിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് സഹോദരന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, സഭയ്ക്ക് എഴുതുമ്പോൾ ദിയത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. എന്തുകൊണ്ട് അപ്പോസ്തലന്മാരെ കൂട്ടാക്കുന്നില്ല? നടത്തിപ്പുകാരെ കൂട്ടാക്കുന്നില്ല, പാസ്റ്റർമാരെ കൂട്ടാക്കുന്നില്ല. കാരണം പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്നവന്റെ വായിൽ നിന്ന് എന്തുവാ വരുന്നതെന്ന് ഇവിടെ പറയുന്നത് ദുർവാക്ക്. അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞു. നോക്കട്ടെ ദൈവമക്കളെ, ഈ പ്രഭാതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതെങ്കിലും ദൈവമക്കളെ ദുർവാക്ക് പറഞ്ഞ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? ദുർവാക്കുകൾ പാപമാണ്. കഴിഞ്ഞ കാലത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ പുറകോട്ടിറങ്ങി ഒന്ന് ചിന്തിച്ച് പ്രഭാതത്തിൽ നോക്കി എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന്. പലതും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഏതൊക്കെ ദൈവമക്കൾക്ക് വിരോധമായി സംസാരിച്ചിട്ടുണ്ട് എന്ന്, ഏതൊക്കെ മാതാക്കൾക്കും പിതാക്കന്മാർക്കും എതിരായി ദുർവാക്ക് സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അനുഭവിച്ചിട്ടുണ്ടോ? ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ക്ഷമ ചോദിച്ചിട്ടുണ്ടോ? നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? അന്യഭാഷയ്ക്ക് യാതൊരു കുറവുമില്ല. പക്ഷെ പാപം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുക. അന്നേരമുള്ള പ്രശ്നം നന്മ ഉണ്ടാകില്ല, ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല, കൈകളുടെ പ്രവൃത്തിയിൽ വരൾച്ച അനുഭവിപ്പാനിടയായിത്തീരും. വാക്കുകൾ എത്രമാത്രം പലരുടെയും ജീവിതത്തെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പലരും എന്തും എങ്ങനെയും സംസാരിക്കുവാൻ നാവിനെ വിട്ടുകൊടുക്കുന്നു. അതൊരു പാപമായി അവർ കണക്കാക്കുന്നില്ല എന്നതാണ് സത്യം. ഇനി 9-ാമത്തെ കാര്യം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അങ്ങനെയാവുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രയേ വേണ്ടത്. ആമേൻ. ആമേൻ. കളിവാക്ക് അത് പാപമാണ്. ചീത്തത്തരം, ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വിളിക്കും നിഘണ്ടുവിലില്ലാത്ത വാക്കുകൾ. അപ്പനും അമ്മയും മക്കളെ വിളിക്കും, മക്കൾ അപ്പനമ്മമാരെ വിളിക്കും. എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും കൂടുതൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് മലയാളിയാണെന്നാണ് എൻ്റെ ചിന്ത. കാരണം നമ്മൾ ചീത്ത വാക്കെന്ന് പറഞ്ഞ് ഒത്തിരി വാക്കുകൾ നമ്മൾ ഇനി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചീത്ത വാക്ക് എന്നൊരു വാക്കില്ല. പക്ഷേ വേണ്ടാത്ത സമയത്ത് ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ചീത്തയായി മാറുകയാണ്. ചില ഉദാഹരണം ഞാൻ പറയാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ചില പച്ചക്കറികളുണ്ട്. ഏത്തയ്ക്ക, അതിന് ചില സ്ഥലങ്ങളിൽ അതിനെ വാഴയ്ക്ക എന്ന് പറയും. ഈ ഏത്തയ്ക്കയും വാഴയ്ക്കയും പേരിന് യാതൊരു കുഴപ്പവുമില്ല. അത് പഴമായിട്ട് കഴിക്കാം, പഴുത്തത് മാവിൽ മുക്കി വറുത്ത് ഏത്തയ്ക്കാപ്പമായി കഴിക്കാം, പച്ചയ്ക്കാണെങ്കിൽ അത് തോരൻ വെക്കാം, മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാമല്ല, അവിയലിനും സാമ്പാറിനും ഒക്കെ ഉപയോഗിക്കാം, ഉപ്പേരി ഉണ്ടാക്കാം, പുഴുങ്ങി കഴിക്കാം.
നല്ലൊരു പഴവർഗ്ഗമാണ്. എന്നാൽ ചിലർ ദേഷ്യം വരുമ്പോ ഈ പേരെടുത്തിടും. അന്നേരം ആരും ഏത്തയ്ക്ക എന്നാരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. അന്നേരം ഉടനെ അത് വാഴയ്ക്ക. എന്തോ വാഴയ്ക്കയാ നീ പറയുന്നേ? സ്ഥലം മാറിപ്പോയി, സമയം മാറിപ്പോയി, നല്ല സാധനം ഇപ്പോ അത് ചീത്തയായിട്ട് മാറി. മറ്റുള്ളവരെ ചീത്ത പറയാൻ, വഴക്ക് പറയാൻ ആ വാക്കെടുക്കുന്നു. ദേഷ്യം വരുമ്പോ ആരെങ്കിലും നമ്മൾ പയറെന്നോ ബീൻസെന്നോ പാവയ്ക്കെന്നോ കോവയ്ക്കെന്നോ വെണ്ടയ്ക്കയെന്നോ ഒക്കെ ആരെങ്കിലും പറയാറുണ്ടോ? ചീത്ത പറയാൻ വേണ്ടി നമ്മൾ വാഴക്കയെ കൂട്ടുപിടിക്കും. ചീത്തത്തരം. ഈ തെങ്ങിനുണ്ടാകുന്ന തേങ്ങ, നമ്മൾ എന്തിനെല്ലാം നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും കറികളിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് തേങ്ങ. നമ്മുടെ കറികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് കരിക്കായിരിക്കുമ്പോൾ അത് ചെത്തി തിന്നാൻ എന്തൊരു സ്വാദാണ്. ആ കരിക്കിന്റെ വെള്ളം ശരീരത്തിന് എന്ത് സുഖം തരുന്നതാണ്. തേങ്ങയായി കഴിഞ്ഞാൽ അതിനെ ചിരണ്ടി കറികൾക്ക് അരച്ചും അല്ലാതെയും ഉപയോഗിക്കാം. തേങ്ങ അരച്ചുണ്ടാക്കിയ കറികൾ, തേങ്ങാ പീരയിട്ടുണ്ടാക്കിയ തോരൻ, തേങ്ങാ പീരയിട്ടുണ്ടാക്കിയ പുട്ട്, എന്തിനേറെ എല്ലാത്തിനും രുചി വരുത്തുന്നതായ വസ്തു തേങ്ങ. ആ വാക്കിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ദേഷ്യം വരുമ്പോ നീ എന്തോ തേങ്ങയാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ചീത്തത്തരമായി. ദേഷ്യം വരുമ്പോ ആരെങ്കിലും മാങ്ങയെന്നോ ചക്കയെന്നോ ആരെങ്കിലും പറയാറുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പാവം തേങ്ങയെ അന്നേരം കൂട്ടുപിടിക്കും. സ്ഥാനം തെറ്റിപ്പോയി, ചീത്തത്തരം. നമ്മൾ ഈ നാട്ടിലായിരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ പശുവോ ആടോ പട്ടിയോ പൂച്ചയോ കോഴിയോ ഇവയൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടാവും. ഈ രാജ്യത്ത് നമ്മൾ പാർക്കുമ്പോൾ ചിലപ്പോൾ ലൈനിലുള്ള ആർക്കെങ്കിലുമൊക്കെ പൂച്ചയോ പട്ടിയോ ഒക്കെ പെറ്റായി വളർത്തുന്നുണ്ടാവും. ഈ മൃഗങ്ങൾക്കൊന്നും പേരിന് യാതൊരു ദോഷവും ഇല്ല. പശുവിനെ പശുവെന്നും ആടിനെ ആടെന്നും പട്ടിയെ പട്ടിയെന്നും പൂച്ചയെ പൂച്ചയെന്നും ഒക്കെ വിളിക്കുന്നതിൽ ഒരു പാകപ്പിഴയും ഇല്ല. എന്നാൽ ചിലർ ദേഷ്യം വരുമ്പോ സഖ്യായ മനുഷ്യനെ എടാ പട്ടി എന്ന് വിളിച്ചാൽ സ്ഥാനം തെറ്റിപ്പോയി, ചീത്തത്തരം. ദേഷ്യം വരുമ്പോ പശു എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ടോ? എടാ ആടെ, എടാ പൂച്ചെ എന്ന് ആരെങ്കിലും വിളിച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ പട്ടി എന്ന വാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ ദേഷ്യം വരുമ്പോ എടാ പട്ടി, എടാ നായ എന്നൊക്കെ വിളിക്കും. തെറ്റിപ്പോയി, സ്ഥാനം തെറ്റിപ്പോയി. ദൈവം സ്വന്തം കൈകൊണ്ടുണ്ടാക്കി ദൈവത്തിന്റെ ജീവശ്വാസം ഊതി അകത്ത് കയറ്റി അവനെ ജീവനുള്ള മനുഷ്യനാക്കി അവന്റെ ഉള്ളിൽ ആത്മാവിനെ കൊടുത്ത് അവനെ സ്വർഗത്തിന് ഓഹരിക്കാരനാക്കി ദൈവം വെച്ചപ്പോ മനുഷ്യൻ അവനെ 4 കാലുള്ള പട്ടിയാക്കി മാറ്റി. ചീത്തത്തരം. നമ്മുടെ കർത്താവ് സഞ്ചരിച്ച മൃഗമാണ് കഴുത. ചിലർ ദേഷ്യം വരുമ്പോ സഹോദരനെ എടാ കഴുതേ എന്ന് വിളിച്ചാൽ അത് കർത്താവ് സഞ്ചരിച്ച മൃഗമാണല്ലോ എന്ന പരിഗണനയല്ല അങ്ങനെ വിളിക്കുന്നത്. എന്നാൽ ദേഷ്യം വരുമ്പോ ആരെങ്കിലും കുതിര എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അന്നേരം കഴുത എന്ന് വിളിക്കും. സ്ഥാനം തെറ്റിപ്പോയി, ചീത്തത്തരം. നമ്മുടെ കേരളത്തിൽ പണ്ട് ഈ ഭിക്ഷ ചോദിച്ചു വരുന്നവരെ ചിലരൊക്കെ അവരെ തെണ്ടികളെന്ന് വിളിക്കാറുണ്ട്. നാം ദേഷ്യം വരുമ്പോൾ കൂട്ടു സഹോദരനെ എടാ തെണ്ടി, എടി തെണ്ടി എന്ന് വിളിച്ചാൽ സ്ഥാനം തെറ്റിപ്പോയി. നാവാലുള്ള പാപം. ചിലർക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ ഭയങ്കര കൃപയാണ്. ഭാര്യയെ അങ്ങനെ വിളിക്കാൻ, ഭർത്താവിനെ അങ്ങനെ വിളിക്കാൻ, കുഞ്ഞുങ്ങളെ അങ്ങനെ വിളിക്കാൻ, കൂട്ടു സഹോദരങ്ങളെ അങ്ങനെ വിളിക്കാൻ. കോപം വരുമ്പോൾ ഉപയോഗിക്കുന്നതാ നിഘണ്ടുവിൽ അതിന്റെ അർത്ഥഘടനയിൽ ഇല്ലാത്ത കാര്യം, ഡിക്ഷണറിയിൽ അതിന്റെ അർത്ഥഘടനയിൽ ഇല്ലാത്ത കാര്യം നമ്മൾ ആക്കി വെച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ. പൊട്ടച്ചൊല്ല്. ചിലർക്ക് പറയാൻ നല്ല ബിരുദ. എന്തൊരു കൃപയാണെന്നറിയാമോ? ഒരു കാര്യം ഓർത്തോണം, ഓരോ പൊട്ടച്ചൊല്ലും നമ്മുടെ ജീവിതത്തിലെ കൃപ ചോർത്തിക്കളയും. വിശ്വാസികൾ 4 പേര് കൂടിയാൽ തമാശയും കളിയും പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടക്ക്. എന്തോ ആത്മീക വർധനവാ ഉണ്ടായത്, എന്തോ കൃപയുണ്ടായി. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് എന്തോ സഹായം കിട്ടി.
യൗവനക്കാർ 4 പേർ കൂടുമ്പോ ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കും പ്രവാചകൻ പറയുന്നു. ഇരമ്യാ പ്രവചനത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നമുക്കങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ പറ്റുമോ? 26-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല. പൊട്ടച്ചൊല്ല് പാപമാണെന്ന് നമ്മൾ അറിയണം. അത് നമ്മളെ തകർക്കുന്നതാണ്. അത് നമ്മുടെ ദൈവകൃപ ചോർത്തിക്കളയുന്നതാണ്. അത് നമ്മുടെ ആത്മീയതയെ നശിപ്പിക്കും എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഗ്രഹിക്കണം. ഇനി 10ാമതൊരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ അങ്ങ് നിർത്താം. വ്യാജവാക്കുകൾ. നമുക്ക് വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇയ്യോബ് 27-ന്റെ. എന്റെ അതിരം നീതികേട് സംസാരിക്കയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. ആമേൻ. നോക്കി, ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് നീതികേട് സംസാരിക്കയില്ല, നാവ് വ്യാജം ഉച്ചരിക്കില്ല. അപ്പൊ നീതികേട് സംസാരിക്കുന്നത് വ്യാജം പറയുന്നതും പാപമാണ്. വ്യാജം എന്ന് പറഞ്ഞാൽ കള്ളം എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നത് പാപമാണെന്ന്. ഇന്ന് വന്ന് ആത്മീക ലോകത്തിൽ ധാരാളം കള്ളത്തരം പറയുന്നവരെ നമുക്ക് കാണാം. ഓരോ കൂട്ടായ്മയിലും ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരാം, അല്ലെങ്കിൽ ഓരോ കൺവെൻഷൻ സ്റ്റേജുകളിലും നമ്മൾ കാണാറുണ്ട്. അത് പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ തുടങ്ങി ഡിസ്ട്രിക്ട് നേതാക്കന്മാരിലൂടെ, പ്രാദേശിക സഭകളിലെ ശുശ്രൂഷകന്മാരിലൂടെ, കമ്മിറ്റിക്കാരിലൂടെ, സാധാരണ മെമ്പേഴ്സ് വരെ നീണ്ടു കിടക്കുന്ന ഒരു പട്ടികയാണത്. അതങ്ങനെ നീണ്ടു പോകും. വിശുദ്ധ കള്ളങ്ങൾ ധാരാളം. ഞാൻ അത് ചെയ്തു, അവിടെ മീറ്റിങ്ങിന് ഇത്ര ലക്ഷങ്ങൾ കൂടി വന്നു, 1000 രക്ഷിക്കപ്പെട്ടു, 1000 സ്നാനപ്പെട്ടു, 100 കണക്കിന് ആത്മാഭിഷേകം പ്രാപിച്ചു, 1000 രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്ന് വേണ്ട, എത്രയെത്ര കള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ യോബ് പറയുന്നു, എന്റെ അധരം നീതികേട് സംസാരിക്കയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കള്ളം പറയുന്നത് പാപമാണ്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പാപമാണ്. നമ്മുടെ നാവിനെ അതിന് വിട്ടുകൊടുക്കരുത്. സാത്താൻ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കും എന്ന് നമ്മൾ അറിയണം. നമുക്കെതിരെ സാക്ഷ്യം പറയാൻ അവൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. നമ്മൾ സദൃശവാക്യം 10-ാം അധ്യായത്തിന്റെ 31 നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. സദൃശവാക്യം 10-31. നീതിമാന്റെ വായിൽ ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. ഇവിടെ നമ്മൾ സദൃശവാക്യത്തിൽ കാണുന്ന നീതിമാന്റെ വായ് എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും വായ ജ്ഞാനം മുളപ്പിക്കുന്നതാണ്. എന്നാൽ വക്രതയുള്ള നാവ് ഛേദിക്കപ്പെടും. ഇനി സങ്കീർത്തനം 12-3 വാക്യം. 12-3. കപടമുള്ള അതരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. സ്തോത്രം. ഓക്കെ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ധാരാളം വായിക്കുന്ന വേദഭാഗമാണ്. കപടമുള്ള എന്ന് വെച്ചാൽ അസത്യമുള്ള അധരങ്ങളെ ഒക്കെയും വമ്പ് പറയുന്ന, നമ്മളെ തന്നെ പൊക്കിപ്പറയും, മറ്റുള്ളവരെ പൊക്കിപ്പറയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നാവിനെ അവിടെ വചനം പറയുന്ന യഹോവ ഛേദിച്ചു കളയും. ഞാൻ പറയുമല്ല. നമ്മൾ സദൃശവാക്യം 6-ാം അധ്യായത്തിൽ ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നു 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഒരു കാര്യം, ആ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാര്യം വ്യാജമുള്ള നാവ് എന്ന് വെച്ചാൽ കള്ളം പറയുന്നവർ. നമ്മൾ ആത്മീയരാകുമ്പോൾ നമ്മൾ കള്ളം പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു ആത്മീക കള്ളമാക്കി അങ്ങ് മാറ്റിയെടുക്കും. വിശുദ്ധ കള്ളം, അങ്ങനെ ഒരു കള്ളമില്ല. കള്ളം തന്നെ. ഈ വെളിപ്പാട് പുസ്തകം 21-ന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി. ബാക്കി നിങ്ങൾ പറഞ്ഞു.
തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. നോക്കേ, ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി. ഈ ദൈവവചനം 66 പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകത്തിലെ ഏകദേശം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ പറയുക, ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് തീയും ഗന്ധവും കത്തുന്ന പൊയ്കയെന്ന് വെച്ചാൽ നരകമാണ്. കള്ളം പറയുന്നത് പാപമാണ്. നിസ്സാരമാക്കി നമ്മൾ അതിനെ എടുക്കരുത്. നമ്മൾ പലപ്പോഴും അതിനെ നിസ്സാരമാക്കി എടുക്കും. നമ്മൾ 10 പാപമായ വാക്കുകളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. 1 വ്യർത്ഥവാക്കുകൾ, 2 കഠിന വാക്കുകൾ, 3 ബദ്ധപ്പാടുള്ള വാക്കുകൾ, 4 അതികഠിനമായ വാക്കുകൾ, 5 വശീകരണ വാക്കുകൾ, 6 മുഖസ്തുതിയിൻ വാക്കുകൾ, 7 കൗശലത്തിൻ വാക്കുകൾ, 8 ദുർവാക്കുകൾ, 9 കളിവാക്കുകൾ, 10 വ്യാജവാക്കുകൾ. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി എണ്ണം പറയേണ്ടി വരും. ഈ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഒരു സാധാരണ മാനസാന്തരം പോരാ അതിന്. കാരണം നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടും നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ അധിപൻ ഇന്നും സാത്താനാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഭൂമി ഇപ്പോഴും ശാപത്തിന്റെ കീഴിൽ കിടക്കുകയാണ്. അവിടാണ് നമ്മൾ പാർക്കുന്നത്. നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് നമ്മെ ഇവിടുന്ന് ചേർത്തെടുക്കുന്നത് വരെ ആ ഭൂമി അതേ ഗതിയാണ്. പിന്നെ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്ന കാലഘട്ടം നമ്മൾ വെളിപ്പാട് പുസ്തകം അവസാനം കാണുന്ന സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഭൂമിയെ ശുദ്ധീകരിച്ചെടുത്ത് പിന്നെ നിത്യത നടക്കുന്ന ആ കാലഘട്ടം വരെ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി ഈ ദുഷ്ടഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ പോരാ എന്ന് ചിന്തിച്ച് അടി തൊട്ട് മുടി വരെ ഇളക്കി മറിച്ച് മനം തിരിഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വരുന്ന ഒരു മാനസാന്തരം ദൈവജനത്തിന് ആവശ്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ വാക്കുകളിലുള്ള പാപം എങ്ങനെ മനുഷ്യനെ തകർക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചപ്പോ നമ്മൾ കണ്ടത് ദുഷ്ടൻ മുൻപിൽ നിൽക്കുന്നതിനാൽ. 39-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അതെന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മുടെ നാവിൽ പാപം പ്രവേശിച്ചാൽ, നമ്മുടെ വാക്കുകളിൽ പാപം പ്രവേശിച്ചാൽ ദുഷ്ടനായ സാത്താൻ തൻ്റെ രേഖകളിൽ അത് എഴുതി വെക്കുകയും ന്യായവിധിയുടെ മുൻപാകെ നമ്മൾ നിൽക്കുമ്പോൾ മറന്നു പോകാതെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ പാപവാക്കുകളും എടുത്തെടുത്തെടുത്ത് ദൈവത്തിന്റെ മുൻപാകെ നമ്മെ വിസ്തരിച്ചിട്ട് നമ്മെ കുറ്റക്കാരനാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഏത് സമയത്തുമുണ്ട്. നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഭാവം അറിയുന്ന, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന, നമ്മുടെ സ്വഭാവം അറിയുന്ന, നമ്മുടെ വാക്കുകൾ ഗ്രഹിക്കുന്ന ദുഷ്ടൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഈ വാക്കുകൾ ദുഷ്ടൻ രേഖപ്പെടുത്തി വെച്ചിട്ട് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 34 അതിന്റെ 13-ഉം 14 വാക്യങ്ങൾ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. നോക്കണേ, ഇവിടെ നമ്മൾ ധാരാളം വായിക്കുന്ന വേദഭാഗമാണ്. ആ വായിച്ച ഭാഗത്തൊക്കെ നാവിനെ കുറിച്ച്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ, വ്യാജം പറയാതെ നിന്റെ അധരത്തെ,
കാക്കണം. എന്നിട്ട് ആ ദോഷം വിട്ടകന്നിട്ട് ഗുണം ചെയ്യണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. എന്തിനു വേണ്ടിയാ അങ്ങനെ എഴുതി വെച്ചത്? അത് എന്തിനു വേണ്ടി അത് എഴുതി വെച്ചു എന്നറിയാൻ അതിന്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം വായിക്കണം. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ആമേൻ. നോക്കിയേ, നിങ്ങൾ കേട്ടോ അവിടെ വായിച്ചത്? ജീവനെ ആഗ്രഹിക്കുകയും എന്ന് വെച്ചാൽ നിത്യജീവനെ ആഗ്രഹിക്കുകയും ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ എന്ന ചോദ്യം ചോദിച്ചിട്ടാണ് അതിന്റെ ഉത്തരമായിട്ട് പറയുന്നത്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അങ്ങനെ വരുമ്പോ ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് കിട്ടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യന് ലഭിക്കുന്ന കാര്യം. ഇതേ കാര്യം തന്നെ 1 പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. ആമേൻ. ആമേൻ. നോക്കി, ഇവിടെ പത്രോസിന്റെ ലേഖനത്തിലും പറയുന്നത് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയല്ലേ? അതുകൊണ്ടല്ലേ രാവിലെ സമയം മറ്റു പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിട്ടും പല വിഷയത്തിൽ നമ്മൾ ബിസി ആകാൻ സാധ്യത ഉണ്ടായിട്ടും അതൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ ഈ പ്രയർ ലൈനിൽ കയറി ഇരുന്ന് ദൈവവചനം കേൾക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ പാടുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ സമയം ചിലവഴിക്കുന്നതിന്റെ കാരണം ഒറ്റ കാരണേ ഉള്ളൂ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അവിടെ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും, നോക്കണേ, ശരീരത്തിൽ ഇത്രമാത്രം അവയവങ്ങൾ ഉണ്ടായിട്ടും നാവിനെ കുറിച്ച് എത്രയോ വിശദമായി പല ഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളട്ടെ. അങ്ങനെയുള്ളവർ ആ ദോഷം വിട്ടകന്ന് എന്ന് പറഞ്ഞാൽ നാവിനെ അടക്കി വെക്കുമ്പോ ഗുണം ചെയ്യാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. നാവ് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമാധാനം നമ്മെ പിന്തുടരുവാൻ ഇടയായിത്തീരും. ഈ 2 കാര്യം ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ജീവനെ ആഗ്രഹിക്കുന്നവർ എത്ര പേര് ലൈനിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ജീവനെ ആഗ്രഹിക്കുന്നവരാ. ജീവനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തുവാ നമ്മുടെ ആഗ്രഹം? പിന്നെ നമുക്ക് കിട്ടേണ്ട ആഗ്രഹം എന്ന് പറയുന്നത് തീപ്പൊയ്യിലേക്ക് പോകണം എന്ന ആഗ്രഹമാണ്. അതിപ്പോ എനിവേ ഈ ലൈനിലുള്ള ആരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ പറയുന്നത് ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവൻ. ആ വാക്കിനൊക്കെ വളരെ അർത്ഥമുണ്ട്. ശുഭകാലം, ശുഭ തുറമുഖം എന്നൊക്കെ നാം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു നല്ല അവസാനം കിട്ടണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ലൊരു അവസാനം നമുക്ക് കിട്ടണം. ഈ ലോകത്തെ കുറേയേറെ ദീർഘകാലങ്ങൾ നമ്മൾ അല്പമൊക്കെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ശരീരത്തിൽ ബലഹീനതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പലരുടെയും, മിക്കവാറും എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ലൊരു അവസാനം കിട്ടണേ. ആ നല്ല അവസാനം എന്നതുകൊണ്ട് പലരും ചിന്തിക്കുന്നത് ഞാൻ പറയാം. പലപ്പോഴും പലരും അത് ചിന്തിക്കും. നല്ല അവസാനം എന്ന് പറയുമ്പോൾ പലരുടെയും ചിന്തയിൽ വരുന്നത് നല്ല ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കണം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, നല്ല സാമ്പത്തിക നിലയിൽ ജീവിക്കണം, അങ്ങനെ സുഖമായിട്ടൊന്ന് കുളിക്കണം, പിയേഴ്സ് സോപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സാൻഡൽവുഡിന്റെ സോപ്പൊക്കെ ഉപയോഗിച്ച് ഒന്ന് കുളിക്കണം, എന്നിട്ട് ദേഹത്തൊക്കെ ക്രീമൊക്കെ പുരട്ടണം,
വസ്ത്രം, നല്ല വസ്ത്രം എടുത്ത് ഉടുക്കണം. അത് കഴിഞ്ഞ് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിക്കണം. അതിനുശേഷം പാല് കുടിക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് ചൂട് പാല് കുടിക്കണം. എന്നിട്ട് പോയി പല്ലൊന്ന് തേക്കണം. വീണ്ടും അല്പം ക്രീം എടുത്ത് മുഖത്ത് പുരട്ടണം. അല്പം പൗഡറൊക്കെ മുഖത്തിട്ട് കയ്യിലും കാലിലും ഒക്കെ ക്രീം പുരട്ടി കട്ടിലിൽ നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കണം. കാലുകൾ നീട്ടി വെക്കണം, കൈകൾ ചേർത്ത് വെക്കണം. ജീവൻ പോകണം. ആർക്കും ഭാരമാകാതെ സ്വർഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, എനിക്കിങ്ങനെ മരിച്ചാ മതി. ഇതാ എല്ലാവരുടെയും ആഗ്രഹം. രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാത്തവരുടെയും ആഗ്രഹം ഇങ്ങനെ. ഒരു നല്ല അവസാനം ഉണ്ടാകണം. ഇതാ നല്ല അവസാനം. വാസ്തവത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ, ഞങ്ങളുടെ അച്ചായന് ഒരു നല്ല അന്ത്യം കിട്ടി? നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നത്? അയ്യോ, പെട്ടെന്നല്ലായിരുന്നോ? ആർക്കും ഒരു പ്രയാസമായിട്ട് കിടന്നില്ല. അച്ചായൻ പോയത് പക്ഷേ എവിടെയാണെന്നറിയാമോ? ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: നരഗതി നിന്നച്ചാൽ രാവതിൽ പുരമേൽ മുളച്ചു ക്ഷണിക്കരിഞ്ഞ പുല്ലുപോലെ, രാവിലെ വയലിൽ വിടർന്നൊരു പുഷ്പം പോൽ, രാവതു മടികകളുതിരും പോലെ, നരൻ പുല്ലാമേ അവൻ പൂവാമേ, ജഡം നശിച്ചിടുമേ മനം തണുത്തിടുമ്പോൾ, നരഗതി നിനച്ചാ. കായികാഭ്യാസങ്ങൾ പഠിച്ചവനാകിലും കായപ്പെടുകിൽ ദേഹം നാറുമേ, ഇവിടെ വടിമുടി പിടിച്ചവനാകിലും ശവകുടീരത്തിലവൻ പൊടിയാമേ, കണ്ണടഞ്ഞിടുമ്പോൾ നരൻ പൊടിയാമേ, മണ്ണിനടിയിലായാൽ നരൻ പുഴുവാമേ, നരഗതി നിനച്ചാൽ. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിനുണ്ടാകുന്ന അനന്തരഫലം. ഒരു പുല്ലുപോലെ, ക്ഷണത്തിൽ കരിഞ്ഞുപോയ ഒരു പുല്ലുപോലെ, അല്ലെങ്കിൽ ഒരു പൂ പോലെ. അത് 6 പാക്ക് കായികാഭ്യാസമൊക്കെ നടത്തി 6 പാക്ക് ഒക്കെ ബോഡിയിൽ ഉണ്ടാക്കി നന്നവനാണെങ്കിലും, PhD പഠിച്ചവനാണെങ്കിലും, എന്ത് ചെയ്തവനാണെങ്കിലും ദേഹം, ഈ ശരീരം നാറും. ഇവിടെ വലിയ വടിമുടിയൊക്കെ പിടിച്ച് വലിയ നേതാവായിട്ട് നടന്നാണെങ്കിലും ശവകുടീരത്തിൽ ചെല്ലുമ്പോൾ അവൻ വെറും പൊടിയാണ്. കണ്ണടഞ്ഞു പോയാൽ മനുഷ്യൻ പൊടിയാണ്. അതേ ശരീരം മണ്ണിലെടുത്ത് വെച്ചാൽ അത് വെറും പുഴുവായിട്ട് മാറിപ്പോകും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതാണ് നല്ല അവസാനം. പക്ഷേ അവിടെ അതിന്റെ പിന്നിൽ 4 കാര്യങ്ങളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞു. പക്ഷേ 4 വസ്തുതകൾ. ഒന്ന്, നല്ല പോർ പൊരുതും. അപ്പൊ നല്ല പോർ പൊരുതുന്നവർക്ക് മാത്രമേ നല്ല അവസാനം കിട്ടത്തുള്ളൂ. എന്താ വെച്ചാൽ നല്ല പോരല്ലാത്ത പോരെന്തുവാ? അല്ലാത്ത പോരെന്ന് പറയുന്നത് ആകാത്ത പോരാ. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പോര്, അതിന്റെ പേരാണ് ആകാത്ത പോര്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത്, ഇപ്പൊ എത്ര ഉണ്ടെന്നറിയില്ല, അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള പോര്, അതിന്റെ പേരാണ് ആകാത്ത പോര്. നാത്തൂനും തമ്മിലുള്ള പോര്, അതാണ് ആകാത്ത പേര്. ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള പോര്, അതാണ് ആകാത്ത പോര്. 40 വർഷം വിശ്വാസിയായി ജീവിച്ചു, മുഴുവൻ പോരായിരുന്നു. വിശ്വാസികൾ തമ്മിലുള്ള പോര്, പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള പോര്, കമ്മിറ്റിക്കാർ തമ്മിലുള്ള പോര്,
സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പോര്. എന്നാൽ പ്രാർത്ഥനയ്ക്കും അന്യഭാഷയ്ക്കും ഒരു കുറവുമില്ല. ദശാംശവും കൊടുക്കും. അവസാനം മരിച്ചു സൂപ്രണ്ട് അല്ലെങ്കിൽ ഓവർസിയർ അല്ലെങ്കിൽ പ്രസിഡന്റ് വന്ന് പൊതുദർശനത്തിന് വെച്ചപ്പോ പത്രക്കാരൊക്കെ വന്നു, മാസികകൾ, ഗുഡ് ന്യൂസ് ഒക്കെ വന്നു, സംഘടനകളൊക്കെ വന്നു, പ്രസ്ഥാനങ്ങളൊക്കെ വന്നു. പിന്നെ ഒരു നീണ്ട ലിസ്റ്റിലുള്ളവരൊക്കെ വന്ന് അനുശോചനം പറഞ്ഞു. ഓ, എത്ര നല്ല ദൈവദാസനായിരുന്നു. അവസാനം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് മണ്ണിട്ടു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സകല വിശുദ്ധന്മാരും ഉയർക്കുന്ന ഗണത്തിൽ ഈ നിന്റെ ദാസൻ മുൻപേ ചാടി എഴുന്നേറ്റ് വരും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാനിതാ മണ്ണിടുന്നു എന്ന് പറഞ്ഞ് ഒരുപിടി മണ്ണ്. അതേ സമയത്ത് ജീവകാലം മുഴുവൻ പോരായിരുന്നു. നല്ല പോര്, ആകാത്ത പോര്. നമ്മൾ എപ്പോൾ ഏത് പോരാണ് ചെയ്യുന്നത്? ചിലർ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇതുവരെ തീർന്നിട്ടില്ല. അവിടെ പറയുന്നു ശുഭകാലം. ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവൻ, ഒരു നല്ല അവസാനം കാണുവാൻ ഇച്ഛിക്കുന്നവൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. മൂന്നാമത് വിശ്വാസം. അവിടെയാണ് പ്രശ്നം. വിശ്വാസം സൂക്ഷിക്കണം. നമ്മുടെ ഈ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, പിൽഗ്രിം പ്രോഗ്രസ്, ജോൺ ബെനിയന്റെ. ആ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് പ്രധാന കഥാപാത്രം വിശ്വാസിയാണ്. വിശ്വാസി എന്ന പേരിലാണ് ആ കഥാപാത്രത്തെ നമ്മൾ അറിയുന്നത്. ഈ വിശ്വാസി നാശപട്ടണത്തിൽ നിന്ന് സിയോൻ പട്ടണത്തെ ലക്ഷ്യമാക്കി ഓടുന്ന ഓട്ടമധ്യത്തിൽ ഒരു ചുരുൾ വഴിമധ്യേ വെച്ച് അവന് കിട്ടി. ആ ചുരുൾ കൊടുത്തയാള് പറഞ്ഞു, മോക്ഷപട്ടണത്തിന്റെ വാതിൽക്കൽ നീ ചെല്ലുമ്പോ ഇത് കാണിക്കണം. യാത്രാ മധ്യത്തിൽ ഈ ചുരുൾ നീ നിവർത്തി വായിക്കണം. നീ ക്ഷീണിക്കുമ്പോ ഇത് നിന്നെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചുരുൾ കൊടുത്തത്. പോകുന്ന വഴിക്ക് നിത്യമോഹനിലം എന്നൊരു നിലമുണ്ട്. അതുവഴി വേണം പോകാൻ. അപ്പൊ യാത്രാക്ഷീണം നിമിത്തവും ഈ ഓട്ടം നിമിത്തവും ക്ലേശം നിമിത്തവും ഈ ക്രിസ്ത്യാനി അല്പം ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിന്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കയ്യിലിരുന്ന ചുരുൾ താഴെ വീണുപോയി. ഉറക്കത്തിന്റെ ഇടയിൽ ചുരുൾ കയ്യിൽ നിന്ന് പോയതറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണർന്ന് ചാടി എഴുന്നേറ്റ്, അയ്യോ ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് താൻ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അങ്ങ് പോയി. കയ്യിൽ നിന്ന് ചുരുൾ നഷ്ടപ്പെട്ടത് അറിഞ്ഞില്ല. കുറെ ഏറെ ദൂരം അങ്ങ് ചെന്നപ്പോഴാണ് ആവശ്യം വന്നത്. അന്നേരം ചുരുൾ നോക്കിയിട്ട് കാണാനില്ല. അയ്യോ ചുരുൾ കാണുന്നില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലർക്കും ഇത്ര വർഷം ഓടി എന്ന വർഷക്കണക്ക് പറയാനുണ്ട്. വിശ്വാസം കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. അതോ അത് നഷ്ടപ്പെടുത്തിയിട്ടാണോ നമ്മൾ ഈ ഓട്ടം ഓടുന്നത്? വിശ്വാസം കാത്തു. അടുത്തത് നമ്മളിവിടെ വായിക്കുന്നത് അവന്റെ സാക്ഷ്യം എന്താണ്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതാണ് ശുഭകാലം അല്ലെങ്കിൽ ശുഭ തുറമുഖം. ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവൻ, ജീവനെ കാണുവാൻ ഇച്ഛിക്കുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും കാത്തുകൊള്ളട്ടെ. നമുക്ക് വായിക്കാം 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ആമേൻ. For whoever would love life and see good days must keep their tongue from evil and their lips from deceitful speech. ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാക്കുന്നില്ല എങ്കിൽ ജീവനെ കാണുവാൻ നമുക്ക് കഴിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരു ശുഭകാലം കാണുവാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ
നാവിനെ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാക്കുന്നില്ലെങ്കിൽ ശുഭകാലം കാണുവാൻ കഴിയില്ലെന്നാ, ജീവനെ കാണുവാൻ കഴിയില്ലെന്നാ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അപ്പൊ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാക്കുന്നില്ല എങ്കിൽ ജീവനിൽ കടക്കാൻ കഴിയുകയില്ല, നല്ല അവസാനം കിട്ടത്തില്ല. ആരും അറിയാതെ പെട്ടെന്ന് ജീവൻ പോയെന്ന് വരും, പക്ഷെ ആ പോയത് എങ്ങോട്ടാണെന്നുള്ളതാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ വാക്കുകൾ കല്ലിൽ കൊത്തിയ അക്ഷരം പോലെ പതിയട്ടെ. അല്പ ചില മിനിറ്റുകളേ ഉള്ളൂ. അടുത്തത് നാവ് കൊണ്ടുള്ള പാപം ജീവിതത്തിൽ വരുത്തുന്ന ദോഷം എന്താണെന്നുള്ളതാണ്. നമുക്ക് വായിക്കാം സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. വായ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. ആമേൻ, ആമേൻ. ഇവിടെ സദൃശവാക്യം 13-3 വായിക്കുന്നത് വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. ഇവിടെ അധരങ്ങളെ പിളർക്കുന്നവൻ എന്ന് പറയുന്നത് നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷം. അങ്ങനെയുള്ളവർക്ക് നാശം ഭവിക്കുമെന്ന. നോക്കെ, വായെ കാത്തുകൊള്ളുന്നു പ്രാണനെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശമാണ് വായെ സൂക്ഷിക്കാത്തവൻ പ്രാണനെ നശിപ്പിക്കുന്നു. പ്രാണനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവനെ നശിപ്പിക്കുന്നു എന്ന അർത്ഥമല്ല, ആത്മാവിനെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ നാവിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ആത്മാവിനെ നശിപ്പിക്കാനിടയായി തീരാം. അടുത്തത്, അധരങ്ങളെ പിളർക്കുന്നവന് നാശം ഭവിക്കും. എന്താ അതിന്റെ അർത്ഥം? അധരങ്ങളെ പിളർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിൽ നമ്മുടെ KJV പറഞ്ഞിരിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ, ഹി ദാറ്റ് കീപ്പത്ത് ഹിസ് മൗത്ത് കീപ്പത്ത് ഹിസ് ലൈഫ്, ബട്ട് ഹി ദാറ്റ് ഓപ്പൺഡ് വൈഡ് ഹിസ് ലിപ്സ് ഷാൽ ഹാവ് ഡിസ്ട്രക്ഷൻ. ഇനി അതേ ഭാഗം NIV വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്, those who guard their lips preserve their lives, but those who speak rashly will come to ruin. നോക്കണേ, ലിപ്സിനെ പ്രിസർവ് ചെയ്യണം. വിസ്താരത്തിൽ വായെ തുറക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ നാശം വരുത്തി വെക്കുന്നു എന്നാണ്. നാശമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ വായെ തുറക്കേണ്ട എന്നല്ല. സങ്കീർത്തനത്തിൽ മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 81-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യം. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ. 81-ന്റെ 10. യെസ്, മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. അതെ, താങ്ക് യു. അങ്ങനെ ഇവിടെ പറയുന്നത് നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. അതെന്തിനാ? അത് ദൈവത്തെ സ്തുതിക്കാനാ വായ വിസ്താരത്തിൽ തുറക്കുന്നത്, കള്ളം പറയാനല്ല. നമ്മുടെ നാവിനെ അല്ലെങ്കിൽ വായെ, അധരങ്ങളെ വേണ്ടാത്ത കാര്യത്തിന് വിട്ടുകൊടുക്കാനല്ല വിസ്താരത്തിൽ തുറക്കേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, പാടി ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുമ്പോൾ അശുദ്ധമായ അരുതാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാതെ വണ്ണം അതിനെ അടച്ചു സൂക്ഷിക്കുന്ന ഒരവസ്ഥയും നമുക്കുണ്ടായിരിക്കണം. എന്നാൽ പാപത്തിനു വേണ്ടി നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായെ പാപത്തിനു വേണ്ടി, പാപകാരണമായി തീരുന്ന വാക്കുകൾക്ക് വേണ്ടി നമ്മുടെ വായെ നമ്മൾ വിസ്താരത്തിൽ തുറന്നാൽ അത് നമുക്ക് തന്നെ നാശം വരുത്തി വെക്കും, മറ്റാർക്കുമല്ല.
ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് സമയം തീർന്നു എന്നാലും ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒരു വാക്യം, സദൃശവാക്യം 21 അധ്യായത്തിന്റെ 23 വാക്യം. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുന്നു. ആമേൻ. നോക്കിയേ, കേട്ടോ, നമ്മളവിടെ വായിച്ചത് വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം, അതിന്റെ മറുവശം എന്തുവാ? മറുവശം നമ്മൾ നോക്കിയാൽ വായെ സൂക്ഷിക്കാത്തവൻ എന്തോ ചെയ്യുമെന്നാ? നാശം ഭവിക്കും. അവൻ കഷ്ടങ്ങൾ വിളിച്ചു വരുത്തുന്നു. അപ്പം വായും നാവും സൂക്ഷിക്കുന്നവൻ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുമ്പോ ഈ വായെ സൂക്ഷിക്കാത്തവൻ പ്രാണനെ കഷ്ടങ്ങൾ വിളിച്ചു വരുത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ 75% കാരണം നമ്മുടെ വായ. അത് ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിലെ 75% കഷ്ടത്തിനും കാരണം നമ്മുടെ വായ. വായെ സൂക്ഷിച്ചില്ല, അതുകൊണ്ട് കഷ്ടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള വാക്കുകൾ നിമിത്തം അനർത്ഥം കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തി. നിന്റെ കുടുംബത്തിലുള്ള വാക്കുകൾ നിമിത്തം കഷ്ടങ്ങൾ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. നമ്മൾ വിളിച്ചു വരുത്തുകയായിരുന്നു. വഴിയേ പോയതിനെ നമ്മൾ വിളിച്ചു വരുത്തി നമ്മുടെ വീട്ടിനുള്ളിൽ കയറ്റി. വാക്കുകളാൽ കഷ്ടങ്ങളും അനർത്ഥങ്ങളും കുടുംബത്തിലേക്ക്. നോക്കണേ, ഒരു വാക്ക് വരുത്തിയ വിന എത്ര ഭയങ്കരമാണ്. അയ്യോ കർത്താവെ, പറ്റിപ്പോയി, പുറകോട്ടിറങ്ങി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നമ്മളെ ഒരുക്കുകയാണെങ്കിൽ ഈ പൽക്കാലം ദൈവം നമ്മെ വിടുവിക്കും. നമ്മുടെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ കാര്യം ശരിയാകത്തില്ല. അതിന്റെ വാക്കുകളുടെ അർത്ഥത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ആർക്കും ഇരുമ്പൊലൊക്കെ ഒന്നും വിഴുങ്ങാൻ പറ്റില്ല. പക്ഷെ അതൊരു പറയുന്ന ഒരു പഴഞ്ചൊല്ല. അപ്പോ ചുക്ക് കഷായം ഇതിന് പ്രതിവിധി അല്ല. പലരും നമുക്കറിയാം, പലപ്പോഴും പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ പ്രവാചകന്മാരാണെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് പലരും അവരുടെ അടുത്തേക്ക് എന്നിട്ട് പറയും, ഒരു പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വെക്കണം. ആകെ പ്രശ്നങ്ങളാ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം തന്നെ പുറകോട്ടിറങ്ങി ചിന്തിച്ച് നാവിനെ സൂക്ഷിക്കാതെ വാക്കുകളാൽ കഷ്ടങ്ങൾ ഭവനത്തിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ഭവനത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറ്റും. നമ്മൾ അവരെ ക്ഷണിച്ചു വരുത്തി വീട്ടിലിരുത്തിയാൽ ഏത് ദേവദാസന്മാർ വന്ന് അടിച്ചിറക്കാൻ വിചാരിച്ചാലും നടക്കത്തില്ല. വീട്ടിലോട്ട് വന്നു, ദേവദാസനും ദേവദാസിയും ചേർന്ന് പ്രാർത്ഥിച്ചു, ഭോ പിശാചേ എന്ന് പറഞ്ഞ് ശാസിച്ചാൽ സാത്താൻ അന്നേരം പറയും, അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പോ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഈ വീട്ടിലെ സഹോദരി അല്ലെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ അമ്മച്ചി എന്നെ ഇങ്ങോട്ട്, അല്ലെങ്കിൽ അപ്പച്ചൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാ, അച്ചായൻ എന്നെ ക്ഷണിച്ച് ഇരുത്തിയതാ. നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. വീട്ടുകാരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കഷ്ടങ്ങളെ ക്ഷണിച്ചു വരുത്തി വീട്ടിനകത്തിരുത്തുന്ന വാക്കുകൾ. പലരും പല വാക്കുകളും നിസ്സാരമായിട്ടാണ് ഉച്ചരിക്കുന്നത്. നമ്മൾ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം വരട്ടെ. ദൈവത്തിന്റെ മുമ്പാകെ കവിണ്ണ് വീഴുവാൻ നമുക്കിടയായി തീരട്ടെ. കാരണം ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വീഴുന്നതിനേക്കാൾ നല്ലത് നാം ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നതാണ്. ഈ പകൽക്കാലം അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന ആഗ്രഹത്തിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ വിരാമം കൊടുക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയരെ, നമ്മുടെ ശരീരത്തിലെ ഒരു കുഞ്ഞവയവം,
അത് തീയായി രൂപാന്തരപ്പെട്ട് നമ്മുടെ ജീവചക്രത്തിന് തീ പിടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ നമ്മുടെ നാവിനെ അല്ലെങ്കിൽ നമ്മുടെ അധരങ്ങളെ അടക്കി സൂക്ഷിക്കുവാൻ ഈ പകൽക്കാലം ദൈവത്തോട് നമുക്ക് ചോദിക്കാമോ, പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി നിലനിൽപ്പാൻ എന്റെ നാവുകൾ വിശുദ്ധമായി തീരുവാൻ യെശയ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ഇത് നിന്റെ നാവിനെ തൊടുവിച്ചത് കൊണ്ട് നിന്റെ അകൃത്യം മാറി നീ ശുദ്ധിയുള്ളവനായി തീർന്നു. സങ്കീർത്തനം 39 നമ്മൾ കണ്ടതുപോലെ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും, കാരണം ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോ എന്റെ വായെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ വാക്ക് കാരണം വന്നതാണോ നമുക്കേ അറിയത്തുള്ളൂ. നമ്മുടെ കൂട്ട സഹോദരങ്ങൾക്ക് അറിയത്തില്ല, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കറിയില്ല, കൂട്ടായ്മയിലുള്ളവർക്കറിയില്ല. പക്ഷെ പലപ്പോഴും നമുക്കത് ഓർക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം അത് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുപേക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ നാവുകളെ ദൈവം ശുദ്ധീകരിക്കട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഒരു ശുഭകാലം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ശുഭകാലം, ആ ശുഭകാലത്തിന് വേണ്ടി ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്നുവരെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. ഇപ്പോഴാണ് രക്ഷാദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഈ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നിത്യ നരകത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നിങ്ങളെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഈ ദൈവിക സന്തോഷം, ദൈവിക സമാധാനം, ദൈവിക പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും എന്ന ആശംസകളോടും എന്റെ വാക്കുകൾക്ക് ഞാൻ കുത്തിടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.